അവർ IPS-കാരിയായിട്ട് നഗരത്തിലെ ഗുണ്ടകളെയും കൊട്ടേഷൻ സംഘങ്ങളെയൊക്കെ അടിച്ചൊതുക്കി നല്ല രാജ്ഞിയെ പോലെ വാണരുളേണ്ട ആളായിരുന്നു ആര്യ രാജേന്ദ്രൻ. അല്ല, ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. എന്തുകൊണ്ട് കണക്ക് പഠിക്കാൻ തിരഞ്ഞെടുത്തു? സാധാരണ പൊതുപ്രവർത്തനത്തിൽ താല്പര്യമുള്ളവർ ആർട്സ് സബ്ജക്റ്റിലേക്കൊക്കെ പോകാൻ സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ട് കണക്ക് തിരഞ്ഞെടുത്തു? ഉത്തരം പറ. പഠിക്കുന്ന സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികളായി നിൽക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, കണക്കധ്യാപകർ പഠിപ്പിക്കുന്ന സമയത്തായിരുന്നാലും അവർ നമ്മളോടൊരു ചിരിക്കാറ് പോലുമില്ല. അതുകൊണ്ട് വലിയൊരു മാറ്റം ഈ രണ്ട് വ്യക്തികൾ, ഈ പേര് പറഞ്ഞ രണ്ട് അധ്യാപകർ അവിടെ ഉണ്ടാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കണക്കിലേക്ക് ഒരു ഇഷ്ടം തോന്നാനുള്ള കാരണവും അതുകൊണ്ട് തന്നെയാണ്. കണക്കിന് മൊട്ട മാർക്കായിരുന്നു ഈ ആര്യ രാജേന്ദ്രന്, മലയാളത്തിന് 7 മാർക്കുമാണ്. അപ്പോൾ കണക്കിന് മൊട്ടയും മലയാളത്തിന് 7 ഡിഗ്രിക്ക് മേടിച്ച ഒരു വ്യക്തിയുടെ ആഗ്രഹമാണ് ഇന്ത്യയിലെ സിവിൽ സർവീസ് പരീക്ഷ എഴുതണമെന്നും അത് IAS എന്ന് വെച്ചാൽ കളക്ടർ ആവാൻ വേണ്ടിയിട്ടില്ല, IPS എടുക്കണം എന്നായിരുന്നു അത്രേ ആഗ്രഹം എന്നാണ് പറയുന്നത്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? അപ്പോഴാണ് ആര്യ രാജേന്ദ്രൻ ഇരുന്ന് തള്ളി മറിക്കുന്നത് അവർക്ക് IPS എടുക്കണമായിരുന്നു, സിവിൽ സർവീസ് എടുക്കണമായിരുന്നെന്നും, അതും കണക്കിന് മൊട്ട മേടിച്ച മലയാളത്തിന് 7 മാർക്കുള്ള മഹതി. തള്ളി 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 മലത്താണല്ലോ, എന്താണ് പറയുന്നത്? ഈ തള്ളാൻ ഇവരെ കഴിഞ്ഞിട്ടുള്ള ആളുകളെ ഉള്ളു എന്ന് മനസ്സിലായില്ലേ? ഒരു ഉളുപ്പുമില്ലാതെയാണ് ഈ അഭിമുഖം കൊടുത്തിരിക്കുന്നത്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഇതാ കണ്ടോ, ഞങ്ങളുടെ ആര്യ ചില്ലറക്കാരിയല്ല, ആര്യ ആരാണ് എന്ന് പറയുന്നവർ കേക്ക്. IPS-കാരി ആവേണ്ട ആര്യാണ് ഇതാ വന്ന് മേയറായിട്ട് ഇരിക്കുന്നത് എന്ന തരത്തിൽ തള്ളിക്കൊണ്ട് കിടന്നു. പക്ഷേ പിന്നാമ്പുറം അന്വേഷിച്ച് പോയപ്പോഴല്ലേ കണക്കിന് മൊട്ടയും മലയാളത്തിന് 7 മാർക്കും കിട്ടിയ വ്യക്തിയാണ് ഈ IPS സ്വപ്നവും കൊണ്ട് നടക്കുന്നത്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, താങ്ക്സ് മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.